ഹലോ, അങ്ങനെ ഇടിയൻ ചന്തു പടം കണ്ടു. ശ്രീജിത്ത് വിജയനാണ് എഴുതി സംവിധാനം ചെയ്തത്. മുഖ്യ കഥാപാത്രം നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. കട്ടപ്പനയിൽ ഋതിക് റോഷൻ അഭിനയിച്ച അതേ നടൻ. ഈ ശ്രീജിത്ത് വിജയനും വിഷ്ണു ഉണ്ണികൃഷ്ണനും രണ്ടുപേരും പ്രൊഡ്യൂസേഴ്സും കൂടാണ്. RDX വിജയത്തിന് ശേഷം വരുന്ന എല്ലാ പടങ്ങളിലും ആക്ഷൻ അങ്ങോട്ട് കുത്തിക്കേറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജും ബിലോ ആവറേജിന്റെയും ഇടയ്ക്കാണെന്ന് പറയാൻ പടം. ഉള്ള ആക്ഷൻ കുറച്ച് ഒറിജിനാലിറ്റി ആയിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അത്യാവശ്യം കൊള്ളാം. പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അടി എവിടെ പോയാലും ഇവനെ തേടി വരും. അതാണ് ഇടിയൻ ചന്തു. കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ ലോഡ് കാസ്റ്റ് ഉണ്ട്. ലെന, ലാലു അലക്സ്, രമേശ് പിഷാരടി, ഉപ്പും മുളകും സീരിയൽ ഉണ്ടല്ലോ, അതിനകത്തുള്ള നടനുണ്ടല്ലോ നമ്മുടെ ബിജു സോപാനം, ആളും ഉണ്ട് ഈ പടത്തിനകത്ത്. ആളും അത്യാവശ്യം നല്ല ആക്ഷൻ സീൻ ഇതിനകത്ത് ആദ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്, കൊള്ളാം. ജോണി ആന്റണി ഒരു കരാട്ടെ മാസ്റ്ററാണ്. ഈ പടത്തിനകത്ത് എനിക്ക് എല്ലാവരെക്കാട്ടിലും ഇഷ്ടപ്പെട്ട വേറൊരു ക്യാരക്ടറാണ്. ഒരു ഓട്ടിസം വന്നൊരു കുട്ടി കാണിച്ചിട്ടുണ്ട്. ജോണി ആന്റണിയുടെ മോനായിട്ട് അഭിനയിക്കുന്നതാണ്. എന്റെ പൊന്നോ, സൂപ്പർ. ആളുടെ കോമഡി അതിനകത്ത് കിടിലാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലെന ആസ് ഓൾവേസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജോണി ആന്റണി ആണെങ്കിലും മികച്ച പെർഫോമൻസ്. കഥ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വലിയ കിട്ടില്ല കഥയൊന്നും പറയാനില്ല, സൂപ്പർ ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അറിയാവുന്ന കുറെ പ്ലോട്ടാണ്. പിന്നെ സ്കൂളിലെ സീന്, ലാലു അലക്സ് ഒക്കെ അടിപൊളിയാണ്. ഉള്ള കുറച്ച് സീൻ ഉണ്ടെങ്കിലും ലാലു അലക്സ് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നടിമാർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, എന്നാലും 2 നടിമാരുണ്ട്. ഒന്ന് ജയശ്രീ ദാസ്, പിന്നെ വേറെ ആക്ട്രസ് വന്നത് വിദ്യ വിജയകുമാർ. പിന്നെ വരുന്നത് നമ്മുടെ സലീം കുമാറിന്റെ മോൻ. സലീം കുമാറിന്റെ മോനാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ. തമിഴനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സലീം കുമാറിന്റെ മോന്റെ ആക്ടിങ് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. ആളുടെ ഒരു അപ്പിയറൻസ് ഉണ്ട്, ആ അപ്പിയറൻസ് പിന്നെ ആ കണ്ണ് സൂപ്പർ. പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ റോളിനെ ഒന്ന് നല്ല രീതിയിൽ ചെയ്യാൻ. ബട്ട് ഹി ക്യാൻ ഡു വെൽ. പിന്നെ നെപ്പോ കിഡ്സ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ ടെൻഷൻ ഇല്ലല്ലോ, പടങ്ങൾ ഇങ്ങനെ വരുമല്ലോ. ഇനി സിനിമാറ്റോഗ്രഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഷ്ണു വാസു ആണ് സിനിമാറ്റോഗ്രഫി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ. ദീപക് ദേവ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പാട്ടുകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വളരെ കൂറ പാട്ടുകളെന്ന് പറയാമല്ലോ. ഓവറോൾ ഈ പടത്തിന് നമുക്ക് 5-ൽ ഒരു 2.5 കൊടുക്കാം. സ്ക്രീൻ പ്ലേ നന്നായിട്ട്, നമുക്ക് ഡയലോഗ്സ് ഒന്നും ബോറടിക്കാതെ നമുക്ക് ഓരോ സിറ്റുവേഷൻസ് കാണാം. ചില സീൻസ് വളരെ ഇൻകംപ്ലീറ്റ് ആണ്, പ്രത്യേകിച്ച് ഇതിന്റെ ക്ലൈമാക്സ് സെക്കൻഡ് ഭാഗം അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. തിയേറ്ററിൽ തന്നെ പോയി കണ്ടേ മതിയാവും എന്നുള്ളൊരു പടമൊന്നുമല്ല. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, OTT വന്നിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ അടുത്ത റിവ്യൂ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.